കോടിക്കണക്കിന് ഡോളേഴ്സ് ചെലവഴിച്ച് നാസ നിർമ്മിച്ച ഒരു സ്പേസ് ടെലസ്കോപ്പാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. അതിൽ ഒരു മീറ്ററോയിഡ് അല്ലെങ്കിൽ ഉൽക്ക വന്ന് പതിക്കുകയാണെങ്കിലോ? നമുക്കറിയാം, പ്രപഞ്ചത്തിൽ ധാരാളമായി ഉൽക്കകളുണ്ട്, പ്രത്യേകിച്ചും ഭൂമിയോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങൾ. കാരണം ഇവിടെയാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് സ്ഥിതി ചെയ്യുന്നത്. അതിനോട് ചേർന്നുള്ള ഭാഗങ്ങൾ ധാരാളമായി മീറ്ററോയിഡുകളെ കാണുക സ്വാഭാവികമാണ്. മീറ്ററോയിഡ് ശരിക്കും സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ അടുത്തൊന്നുമല്ല, ചൊവ്വാഗ്രഹത്തിനും ജൂപ്പിറ്ററിനും അടുത്താണ്. എന്നാൽ അവിടെ നിന്നും വലിയ ദൂരമൊന്നുമില്ല ഇവിടേക്ക്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പതനങ്ങൾ സംഭവിക്കുക സ്വാഭാവികമാണ്. ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നതും അതുതന്നെയാണ്. നിങ്ങൾ പല ആളുകളും ഞെട്ടലോടുകൂടിയായിരിക്കും ആ വാർത്ത വായിച്ചറിഞ്ഞത്. പ്രപഞ്ച പഠനങ്ങളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ആളുകൾ വളരെയധികം ആകാംക്ഷയോടുകൂടിയാണ് ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൻ്റെ ഓരോ റിപ്പോർട്ടുകളും വായിച്ച് മനസ്സിലാക്കുന്നത്. എന്നാൽ ഏറ്റവും പുതിയതായി ലഭ്യമായിരിക്കുന്ന അറിവനുസരിച്ച് അതിൻ്റെ ഒരു മിററിൽ ഒരു മെട്രോയിഡ് വന്ന് പതിച്ചിരിക്കുന്നു. അതായത് വളരെ ചെറിയ ഒരു ഉൽക്ക വന്ന് പതിച്ചിരിക്കുന്നു. ഇത് ആദ്യമായിട്ടല്ല ജെയിംസ് വെബിൻ്റെ മിററിൽ മൈക്രോ മീറ്ററോയിഡ് വന്ന് പതിക്കുന്നത്. ഇതിനു മുൻപും 4 തവണ പതിച്ചിട്ടുണ്ട്. എന്നാൽ ആ 4 തവണ പതിച്ചതും അത്ര മേജറായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നില്ല സൃഷ്ടിച്ചിരുന്നത്. എന്നാൽ 5ാമത്തെ പതനം അപ്രകാരമല്ല സംഭവിച്ചിരിക്കുന്നത്. ജെയിംസ് വെബ് അതിൻ്റെ ഓർബിറ്റിലേക്ക് എത്തിച്ചേർന്നിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ. ഇപ്പോൾ തന്നെ അതിന് ഇത്രമാത്രം മീറ്ററോയിഡുകളെ നേരിടേണ്ടതായി വന്നിരിക്കുന്നു. എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? ഇത് ജെയിംസ് വെബിൻ്റെ പ്രവർത്തനങ്ങളെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുന്നതാണോ? മൈക്രോ മീറ്ററോയിഡിനെ കുറിച്ചും ജെയിംസ് വെബിനെ കുറിച്ചും അതിന് സംഭവിച്ചിരിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംവദിക്കാൻ പോകുന്നത്. ജെയിംസ് വെബ് കുറച്ച് മാസങ്ങളായിട്ടേ ഉള്ളൂ പ്രവർത്തനം തുടങ്ങിയിട്ട്. എന്നാൽ കഴിഞ്ഞ 30 വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ജെയിംസ് വെബിൻ്റെ മുൻഗാമിയായ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ്, ഇതിനോടകം തന്നെ ഹബിളിൽ നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പലപ്പോഴായി വ്യത്യസ്തരായിട്ടുള്ള ആസ്ട്രോണോട്സിനെ അവിടേക്ക് അയക്കുകയും അറ്റകുറ്റപ്പണികൾ നടപ്പിലാക്കുകയും ചെയ്തിട്ടുണ്ട്. ചില സമയങ്ങളിലൊക്കെ അതിൻ്റെ മോശമായിട്ടുള്ള ചില ഭാഗങ്ങൾ ഭൂമിയിലേക്ക് കൊണ്ടുവരികയും ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പിൽ സാധ്യമാകുന്ന കാര്യങ്ങളല്ല. കാരണം ജെയിംസ് വെബ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ലഗ്രാഞ്ചെ 2 പോയിന്റിലാണ്. അതായത് നമ്മുടെ ഭൂമിയിൽ നിന്ന് അവിടേക്കുള്ള അകലം എന്ന് പറയുന്നത് ഏകദേശം 15 ലക്ഷം കിലോമീറ്ററുകളാണ്. അതേസമയം ഹബിളുമായിട്ടുള്ള ദൂരം വെറും 547 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. ഹബിൾ ശരിക്കും ഭൂമിക്ക് ചുറ്റുമായി വലം വയ്ക്കുന്ന ഒരു സ്പേസ് ടെലസ്കോപ്പാണ്. എന്നാൽ ജെയിംസ് വെബ് വലം വയ്ക്കുന്നത് ഭൂമിക്ക് ചുറ്റുമായിട്ടല്ല, മറിച്ച് സൂര്യന് ചുറ്റുമായിട്ടാണ്. ആദ്യം നമുക്ക് ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൽ വന്ന് ഇടിച്ച മീറ്ററോയിഡുകളെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കാം. ഹബിൾ വിക്ഷേപിച്ച് ഏകദേശം 2 വർഷം കഴിഞ്ഞപ്പോൾ തന്നെ അതിൻ്റെ സോളാർ പാനലുകൾ കാര്യമായ ക്ഷതം ഏൽക്കുകയുണ്ടായിരുന്നു. അതിനെ തുടർന്ന് ഒരു മിഷനിലൂടെ ആ സോളാർ പാനലിന്റെ ചെറിയൊരു ഭാഗം അടർത്തിയെടുത്ത് ഭൂമിയിലേക്ക് കൊണ്ടുവരികയുണ്ടായി. പക്ഷേ നാസ ആയിരുന്നില്ല ആ സോളാർ പാനൽ ഡിസൈൻ ചെയ്തത്. അത് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ ആയിരുന്നു. അവർ യൂറോപ്യൻ സ്പേസ് ഏജൻസിയിൽ കൊണ്ടുവന്ന് അതിൽ പഠനങ്ങൾ നടത്തുകയുണ്ടായി. ഞെട്ടിക്കുന്ന കുറെ വിവരങ്ങളാണ് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അവർ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ മീറ്ററോയിഡുകൾ അതിൽ വന്ന് പതിച്ചിരിക്കുന്നു. വെറും 2 വർഷങ്ങൾ കൊണ്ട് ചെറിയൊരു ഭാഗത്ത് മാത്രം നിരവധി മീറ്ററോയിഡുകളാണ് വന്ന് ഇടിച്ചിറങ്ങിയിരിക്കുന്നത്. പക്ഷേ വലിപ്പമേറിയ മീറ്ററോയിഡുകൾ ആയിരുന്നില്ല അവയിൽ മിക്കതും. മൈക്രോ മീറ്ററോയിഡുകൾ ആയിരുന്നു. എന്നാൽ അല്പം കൂടി വലിപ്പം കൂടിയ മില്ലിമീറ്റർ സ്കെയിലുള്ള മില്ലി മീറ്ററോയിഡുകളും അവിടെ വന്ന് പതിക്കുകയുണ്ടായി. മീറ്ററോയിഡുകൾ കൊണ്ട് സൃഷ്ടിച്ച ഗർത്തങ്ങൾ അവർ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പഠനങ്ങൾ തന്നെ നടത്തി. മിക്ക മീറ്ററോയിഡുകളിലും അടങ്ങിയിരിക്കുന്നത് ഇരുമ്പിന്റെയും നിക്കലിന്റെയും സാന്നിധ്യമാണ്. അതായത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പദാർത്ഥത്തിൽ നിന്നല്ല അവിടെ അത് സംഭവിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യർ സൃഷ്ടിച്ചിരിക്കുന്ന വേസ്റ്റ് കൊണ്ടല്ല അത് ഉണ്ടായിരിക്കുന്നത്. പക്ഷേ ചില മീറ്ററോയിഡ് ക്രേറ്ററിൽ നിന്നും നമുക്ക് അലുമിനിയത്തിന്റെയും ഓക്സിജന്റെയും സാന്നിധ്യം കണ്ടെത്താൻ സാധിച്ചിട്ടുണ്ട്. അതർത്ഥമാക്കുന്നത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റുകളുടെ അവശിഷ്ടങ്ങൾ ആണെന്നാണ്. എന്നാൽ താരതമ്യേന അവയുടെ എണ്ണം വളരെയധികം കുറവാണ്. പക്ഷേ ഇവിടുത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇത്രയധികം പതനങ്ങൾ സംഭവിച്ചിട്ടും ഹബിൾ സ്പേസ് ടെലസ്കോപ്പിൽ നിന്നും നിരവധി ഡേറ്റകൾ നമുക്ക് ലഭ്യമാവുകയുണ്ടായി. ഇപ്പോഴും നമുക്ക് അവിടെ നിന്നും കുറേയധികം ചിത്രങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇമ്പാക്റ്റുകൾ കാരണം ഹബിൾ സ്പേസ് ടെലസ്കോപ്പിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതല്ല. അത് ഇപ്പോഴും സുഖകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ അതുപോലെയല്ല ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ്. അവിടെ കൂടുതൽ പതനങ്ങൾ സംഭവിക്കുക അതിന്റെ മിററുകളിൽ തന്നെയാണ്. ഹബിളിന്റെ കേസിൽ കൂടുതൽ പതനങ്ങൾ സംഭവിക്കുന്നത് സോളാർ പാനലുകളിലാണ്. പക്ഷേ ജെയിംസ് വെബിന്റെ മിററുകൾ നേരിട്ട് സ്പേസിലേക്ക് തന്നെ പ്രൊജക്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള പതനങ്ങൾ അവിടെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. ഇങ്ങനെയുള്ള പതനങ്ങൾ സംഭവിക്കുമെന്ന് ഗവേഷകർ മുൻകൂട്ടി തന്നെ കണ്ടിരുന്നു. അവർ മാത്തമാറ്റിക്കലി അതിന്റെ ഒരു മോഡൽ ഉണ്ടാക്കുകയും ചെയ്തു. ആദ്യമുണ്ടായിട്ടുള്ള 4 പതനങ്ങളും ആ മോഡലിന്റെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നതായിരുന്നു. അതായത് കാര്യമായിട്ടുള്ള ക്ഷതങ്ങളൊന്നും അത് സൃഷ്ടിക്കുന്നതല്ല. എന്നാൽ 5ാമതായി സംഭവിച്ചിരിക്കുന്നത് അപ്രകാരമുള്ള ഒരു ക്ഷതമല്ല, അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടുള്ള ഒരു ക്ഷതം തന്നെയാണ്. ജെയിംസ് വെബ് പോലുള്ള ടെലസ്കോപ്പുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സംഭവിച്ചാൽ പോലും കൃത്യമായിട്ട് നമുക്ക് ഡേറ്റ ലഭ്യമാകണം എന്ന രീതിയിലാണ്. നമ്മൾ വിക്ഷേപിക്കുന്ന സമയത്ത് ജെയിംസ് വെബിന്റെ മിററുകളൊക്കെ തിളങ്ങുന്നവയായിരുന്നു. എന്നാൽ പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോഴേക്കും അതിൽ ഒരുപാട് പോറലുകളും പൊട്ടലുകളും ഒക്കെ സംഭവിക്കുമെന്ന് നമുക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ സോഫ്റ്റ്വെയറുകളുടെ പ്രവർത്തനം കാരണം ആ മിററുകളുടെ അലൈൻമെന്റിൽ മാറ്റം വരുത്തി ഒരു ഇമേജിനെ ലഭ്യമാകുന്ന സമയത്ത് പൊട്ടലുകൾ ഇല്ലാത്ത ഭാഗം കൂടുതലായി ഫോക്കസ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഏറ്റവും ഒടുവിലായി സംഭവിച്ചിരിക്കുന്ന പതനം ശരിക്കും നമ്മുടെ പ്രതീക്ഷകൾക്കും അപ്പുറമായിരുന്നു. അത് വാസ്തവമായ കാര്യമാണ്. പക്ഷേ അത് കാരണം ജെയിംസ് വെബിന്റെ പ്രവർത്തനം നശിക്കുന്നില്ല. അതൊരു എഞ്ചിനീയറിംഗ് മികവ് തന്നെയാണ്. ആ രീതിയിലാണ് ഈ ടെലസ്കോപ്പ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഹബിളിൽ സംഭവിച്ച അത്രയും മെട്രോയിഡ് പതനങ്ങൾ ജെയിംസ് വെബിൽ നടക്കാനുള്ള സാധ്യതയില്ല. കാരണം അതിന്റെ പൊസിഷൻ തന്നെയാണ്. ലഗ്രാഞ്ചെ 2 ആയതുകൊണ്ട് തന്നെ ഈ ഭാഗത്തേക്ക് എത്തിച്ചേരുന്ന മെട്രോയിഡുകൾ കൂടുതൽ ഗ്രാവിറ്റി ഉള്ള ഭൂമിയിലേക്ക് തന്നെയാണ് വന്ന് പതിക്കുക. ഹബിൾ ഭൂമിയോട് വളരെയധികം ചേർന്നായതുകൊണ്ട് തന്നെ ഗ്രാവിറ്റിയിൽ ഉണ്ടാകുന്ന ഈ വ്യതിയാനം അതിൽ ബാധിക്കുന്നതല്ല. നേരിട്ട് അതിൽ തന്നെ വന്ന് പതിക്കാനുള്ള സാധ്യത ശരിക്കും കൂടുതലാണെന്ന് പറയേണ്ടി വരും. മറ്റൊരു കാര്യം, ഭൂമിക്ക് ചുറ്റും വലം വെച്ചുകൊണ്ടിരിക്കുന്ന മുൻകാലങ്ങളിൽ നമ്മൾ അയച്ചിട്ടുള്ള റോക്കറ്റുകളുടെ അവശേഷിപ്പുകൾ അല്ലെങ്കിൽ സ്പേസ് ഡെബ്രിസുകളാണ്. ഇവ പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്നത് ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് കാരണം ഉണ്ടാകുന്ന പതനങ്ങൾ കൂടുതലാണ്. പക്ഷേ ജെയിംസ് വെബ് സ്ഥിതി ചെയ്യുന്ന ഭാഗത്ത് ഇത്തരത്തിലുള്ള ഡെബ്രിസുകൾ കാണുകയില്ല. അതുകൊണ്ട് തന്നെ ശരിക്കുമുള്ള മെട്രോയിഡുകൾ മാത്രമേ ജെയിംസ് വെബിൽ വന്ന് പതിക്കുകയുള്ളൂ. ബ്രൈറ്റ് കേരളൈറ്റ്സിനുള്ള ബ്രൈറ്റ് ചോദ്യം ഇങ്ങനെയാണ്: ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഭൂമിയുടെ പ്രതലത്തിൽ നിന്നും എത്ര കിലോമീറ്റർ അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്? നമസ്കാരം, ഞാൻ ബ്രൈറ്റ് കേരളൈറ്റ്. നിങ്ങൾക്ക് ബ്രൈറ്റ് കേരളൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക.